IVF ചെയ്തു, കുഞ്ഞുണ്ടായി, പക്ഷെ ക്യാൻസർ വന്നു. ഈസ്ട്രജൻ ഡോമിനൻസ്, കുട്ടി ഉണ്ടായി, ട്രീറ്റ്മെന്റ് ചെയ്ത്, പക്ഷെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഇപ്പം ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ എപ്പോഴും നമ്മുടെ ഫസ്റ്റ്. ഇതൊക്കെ ആരാ? ഇവർക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പ്ലാറ്റ്ഫോംസ് കൊടുക്കുന്നത് ആരാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ നാച്ചുറൽ സപ്ലിമെന്റ്സ് വിൽക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് അവരുടെ സപ്ലിമെന്റ്സ് വിൽക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ ബ്ലേറ്റൻ മിസ്ഇൻഫർമേഷൻ പറയുക, ഇങ്ങനെ സെൽഫിഷ് ആകാവോ, ഇത്ര കാശിന് വേണ്ടി ഗ്രീഡിയായി ഇങ്ങനെ കള്ളത്തരങ്ങൾ പറയുക, ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇതിനെന്തൊരു ലൈക്സ് ആണ്, ഞാനത് ആലോചിക്കുന്നത്. IVF ചെയ്തു, ക്യാൻസർ വന്നു എന്ന് എന്തൊരു സ്റ്റുപ്പിഡായിട്ടുള്ള കാര്യമാണ്. ഈസ്ട്രജൻ ഡോമിനൻസ് കാരണം. IVF-ൽ നമ്മൾ മരുന്നുകൾ കൊടുക്കാറുണ്ട്, ശരിയാണ്. വളരെ ഷോർട്ട് പീരീഡ്സ് ഓഫ് ടൈമിലേക്ക് ഈസ്ട്രജൻ കൂടാറുമുണ്ട്, അത് ശരിയാണ്. അത് കാരണം ലോങ് ടേം ആയിട്ട് ഇങ്ങനെയൊന്നും വരുമെന്ന് യാതൊരു സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടില്ല. ഓൾറെഡി IVF ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആൾക്കാർക്ക് PCO, ഒബിസിറ്റി, അങ്ങനെ എൻഡോമെട്രിയോസിസ്, അങ്ങനെ പല കണ്ടീഷൻസും കാണാം. ഇതൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് റിസ്ക് ഇവർക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാൻ കൂടുതലാണ്. എന്ന് വെച്ചിട്ട് IVF ചെയ്തെന്ന് പറഞ്ഞ് ക്യാൻസർ വരില്ല. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വന്നു IVF-ന് ശേഷം. ഹൗ സ്റ്റുപ്പിഡ് ക്യാൻ വൺ പേഴ്സൺ ബി? എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ ആലോചിക്കുന്നത്. IVF-ഉം കിഡ്നി ട്രാൻസ്പ്ലാന്റും അത് വാട്ട് കൈൻഡ് ഓഫ് കോറിലേഷൻ ഇസ് ദാറ്റ്? ഇതിനൊന്നും മറുപടി പറയാൻ പോലും ഒന്നും കിട്ടുന്നില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെന്താ, IVF ഷോർട്ട് കട്ടാണ്. IVF കൂടെ കടന്നു പോയിട്ടുള്ള കപ്പിൾസിനെല്ലാം അവരെ പിടിച്ച് 2 അടി കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും. IVF എന്ന് പറയുന്നത് നമ്മൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ ഓപ്ഷൻസും എക്സോസ്റ്റ് ചെയ്ത് കഴിയുമ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഈ IVF എന്ന് പറയുന്നത്. IVF ഈസ് നോട്ട് എ ഷോർട്ട് കട്ട്. എന്തോരം ഇഞ്ചെക്ഷൻസ് ആണ്, എന്തോരം മരുന്നുകളാണ്, എന്തോരം ടൈമാണ് ഇതിനു വേണ്ടി ആ കപ്പിൾസ് സ്പെൻഡ് ചെയ്യുന്നത്. മെൻ്റലിയും ഫിസിക്കലിയും ഫിസിയോളജിക്കലിയും എന്തോരം ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതിനെ ഇങ്ങനെ നിസ്സാരവൽക്കരിച്ചിട്ട് ഷോർട്ട് കട്ട് എന്ന് പറയാൻ ഇവർക്ക് നാണമില്ലേ? ഇത് കേട്ടോണ്ടിരിക്കാനും ഇത് പബ്ലിഷ് ചെയ്യാനും ഓരോ ചാനൽസ് ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളെല്ലാവരും ഈ നാച്ചുറോപ്പതി, നാച്ചുറൽ സപ്ലിമെന്റ്സ് എന്ന് കേൾക്കുന്ന ഉടനെ അങ്ങോട്ടേക്ക് കൂടും. പക്ഷെ വൺ തിങ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, ഇതിനൊന്നും നമ്മുടെ നാട്ടിൽ റെഗുലേഷൻ ഇല്ല. ഈ മരുന്നിനകത്ത് എന്താണുള്ളത്, എന്തൊക്കെ കണ്ടന്റ് ആണുള്ളത്, അതാരെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടോ, ഇതൊന്നും ചെക്ക് ചെയ്യാൻ ഇവിടെ ഒരു അതോറിറ്റി ഇല്ല. കാര്യം അതൊരു മരുന്നല്ല. അപ്പോൾ അവർക്ക് അതിനകത്ത് എന്ത് വേണമെങ്കിലും കയറ്റിവിടാം. എന്നിട്ട് ഇതിനൊക്കെ കേൾക്കാനും ഇതൊക്കെ ഫോളോ ചെയ്യാനും ആൾക്കാർ. എന്നിട്ട് എന്തൊരു ഡിസ്ഗസ്റ്റഡ് ബൈ ദിസ് കൈൻഡ്സ് ഓഫ് ടോക്സ്.